സാങ്കേതിക തികവും കായികക്ഷമതയും ഒത്തുചേർന്ന അപൂർവമായൊരു നിർമ്മാണ പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നെടുപുഴ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയം. ദേവാലയത്തോട് ചേർന്ന് നിർമ്മിച്ച 3 നില കെട്ടിടം പൊളിക്കാതെ 25 അടി പുറകിലേക്ക് മാറ്റിവെക്കുകയാണ് ഇവിടെ. ദേവാലയത്തിന്റെ 100ാം വാർഷികാഘോഷവേളയിൽ മദ്ബഹ നവീകരിക്കാൻ ഇടവകാംഗങ്ങൾ തീരുമാനിച്ചു. ദേവാലയത്തോട് ചേർന്ന് നിർമ്മിച്ച 3100 സ്ക്വയർ ഫീറ്റിലുള്ള 3 നില കെട്ടിടം പൊളിച്ചു നീക്കി മദ്ബഹ പണിയാനാണ് ആലോചിച്ചത്. എന്നാൽ പൂർണ്ണമായി സജ്ജീകരിച്ച മതബോധന ക്ലാസുകൾ ഉൾപ്പെട്ട കെട്ടിടം പൊളിക്കാതെ പുറകിലെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ പ്രചോദനമായത് ഹരിയാന കേന്ദ്രമായ TDBD എന്ന കമ്പനിയെക്കുറിച്ചുള്ള വാർത്തകളാണ്. തിരുവനന്തപുരത്ത് ഇവർ 2000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള വീട് 15 അടി മാറ്റിവെച്ച വിവരമറിഞ്ഞതോടെ ഇവരെ സമീപിക്കുകയായിരുന്നു. 2.5 മാസം മുൻപാണ് ഹരിയാന സംഘം ദേവാലയത്തിലെത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആദ്യം 3 നില കെട്ടിടം അടിത്തറയിൽ നിന്ന് വേർപെടുത്തി പൂർണ്ണമായും ഇരുമ്പ് ജാക്കികളിൽ നിർത്തി. ഇതേ സമയം തന്നെ കെട്ടിടം മാറ്റിവെക്കേണ്ട സ്ഥലത്ത് പുതിയ ബേസ്മെന്റും പണി പൂർത്തിയാക്കി. ദേവാലയത്തിൽ നിന്ന് വേർപെടുത്തിയ ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇരുമ്പ് വയറിങ്ങുകളിലൂടെ കെട്ടിടം ആദ്യമായി നീങ്ങിത്തുടങ്ങിയത്. ആദ്യ ദിവസം 2 അടിയാണ് നീക്കിയത്. ഇപ്പോൾ 10 അടിയോളം കെട്ടിടം ദേവാലയത്തിൽ നിന്ന് അകന്നു മാറിക്കഴിഞ്ഞു. 20 പേരാണ് ഹരിയാന സംഘത്തിലുള്ളത്. സാമ്പത്തിക ലാഭവും സമയലാഭവും ഏറെയുള്ള ഈ കൗതുകകരമായ നിർമ്മാണ പ്രവർത്തനം കാണാൻ നിരവധി പേരാണ് ദേവാലയത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ 3100 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ്. 3100 സ്ക്വയർ ഫീറ്റ് സ്ഥലം നമ്മൾ പൊളിച്ച് പുതുതായി പണിയുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ എന്നുള്ള നിരക്കിൽ ഏറ്റവും കുറഞ്ഞ തുക. അങ്ങനെയാണെങ്കിൽ തന്നെ 46 ലക്ഷം രൂപ നമുക്ക് ആവശ്യമാണ്. ഈ പണിക്കായിട്ട് നമുക്ക് ആകെ 20-21 ലക്ഷം രൂപ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. കമ്പനിക്ക് 18 ലക്ഷവും പിന്നെ ഇതിൻ്റെ ബേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 2.5 ലക്ഷം രൂപയും കൂടെ അങ്ങനെ ഒരു 22 ലക്ഷം രൂപ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ഇത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഉപകാരമുണ്ടാകാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് അധികം ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് മിക്കവാറും എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് വീണ്ടും പണിയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതുപോലെ 15-20 അടി പിന്നിലേക്ക് തള്ളി വെക്കുകയാണെങ്കിൽ കുറഞ്ഞ ചെലവിൽ അവരുടെ വീട് പൊളിക്കാതെ തന്നെ അവർക്ക് ആ പഴയ വീട് തന്നെ നിലനിർത്തിക്കൊണ്ട് അവരുടെ വീട് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. തമിഴ്നാട്ടിലെ കാലക്കുറിച്ചിയിൽ 400 വർഷം പഴക്കമുള്ള 5 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ക്ഷേത്ര ഗോപുരം 65 അടി പുറകിലേക്ക് മാറ്റുകയും 60 ഡിഗ്രി തിരിച്ചുവെക്കുകയും ചെയ്ത TDBD സംഘത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. तमिलनाडु में हमने एक मंदिर को भी शिफ्ट किया 75 फीट और हमने उसको रोटेट भी किया 60 डिग्री में मंदिर को. वो हमारा नेशनल रिकॉर्ड भी है. लिम्का बुक में हमारा नाम दर्ज भी है इस कंपनी का TDBD का. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 15 വർഷമായി ഈ സംഘം 100 കണക്കിന് വീടുകളും കെട്ടിടങ്ങളും ഉയർത്തുകയും മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. വീടുകൾ ഉയർത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് സുപരിചിതമാണെങ്കിലും ഒരു കെട്ടിടം മുഴുവനായി മാറ്റിവെക്കുന്ന പ്രക്രിയ ഒരു അത്ഭുതമായേ നോക്കിക്കാണാനാകൂ. 100% വിജയമാണ് ഈ രീതിയെന്ന് കമ്പനിയുടെ അവകാശവാദം. ഏതായാലും വികസനത്തിനായി സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരുമ്പോഴോ വീടോ സ്ഥാപനങ്ങളോ പൊളിച്ചു മാറ്റേണ്ടി വരുമ്പോഴോ ഈ നിർമ്മാണ രീതി പരീക്ഷിക്കാവുന്നതാണെന്നാണ് നെടുപുഴ ദേവാലയത്തിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നത്. TCV തൃശൂർ.